ബ്രോ നല്ല ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടും ഒന്നും മെനയാകുന്നില്ല ബ്രോ. ഫേസ് ഷേപ്പിന് മാച്ച് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചൂസ് ചെയ്തത്, എന്നിട്ടും പ്രത്യേകിച്ച് ഒരു ലുക്ക് കിട്ടുന്നില്ല. ഇതിനുള്ള മെയിൻ റീസൺ എന്നുള്ളത് നമ്മുടെ ഹെയർ ടൈപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ മെൻസിന്റെ ഇടയിൽ പലതരം ഹെയർ ടൈപ്പ് ഉള്ളവരുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രൈറ്റ് ഹെയർ, കർലി ഹെയർ, വേവി ഹെയർ, കിങ്കി ഹെയർ. ഈ 4 ഹെയർ ടൈപ്പാണ് നമ്മുടെ മെൻസിന്റെ ഇടയിൽ കൂടുതലായിട്ടും കാണുന്നത്. അതാത് ഹെയർ ടൈപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിന് ആ ഒരു ഹെയർ കട്ട് അടിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്ട്രൈറ്റ് ഹെയർ ആയിട്ടുള്ള ഒരാൾക്ക് മിഡിൽ പാർട്ട് ചേരും. അതേ സെയിം ഹെയർ സ്റ്റൈൽ തന്നെ കാർലി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് ചേരില്ല. കാർലി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് സഫർ കട്ടിൻസ് ചേരും, പക്ഷെ അത് സ്ട്രൈറ്റ് ഹെയർ ആയിട്ടുള്ളവർക്ക് ചേരില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പേ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ടുള്ള ഹെയർ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇനി മുതൽ ലുക്ക് മാക്സിംഗ് സീരീസും അതുപോലെ തന്നെ 100 ഗ്ലോ ടിപ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. 4 ഹെയർ ടൈപ്പിനും പറ്റിയുള്ള ഹെയർ സ്റ്റൈൽ ഓർഡർ ആയിട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് തന്നെ സ്ട്രൈറ്റ് ഹെയറിന്റെ കാര്യം നോക്കാം. 5 ഹെയർ സ്റ്റൈൽസ് വിധമാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതാണ് മിഡിൽ പാർട്ട്, രണ്ടാമതായിട്ട് സൈഡ് പാർട്ട്, മൂന്നാമതായിട്ട് വൂൾഫ് കട്ട്, നാലാമതായിട്ട് ടേപ്പർ മുള്ളറ്റ്, അഞ്ചാമതായിട്ട് ലോ ഫെയ്ഡ്. ഈ 5 ഹെയർ സ്റ്റൈൽസും സ്ട്രൈറ്റ് ഹെയർ ആയിട്ടുള്ളവർക്ക് ചേരുന്നതാണ്. മിഡിൽ പാർട്ട് എന്നുള്ളത് ട്രെൻഡിങ് ആൻഡ് അട്രാക്റ്റീവ് ലുക്ക് തരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പാടേ ഉള്ളൂ, പിന്നീട് ഇത് 2 സൈഡിലേക്കും കിടക്കും. ഈ ഒരു ഹെയർ സ്റ്റൈലിന് ചേരുന്ന ഫേസ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സ്ക്വയർ ഈ 2 ഫേസ് ഷേപ്പിനും ചേരും. മുകളിലത്തെ മുടിയുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു 4 to 5 ഇഞ്ചസ് നീളം ഉണ്ടായിരിക്കണം. മിഡിൽ പാർട്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഹെയർ സ്റ്റൈലാണ് സൈഡ് പാർട്ട്. ഇതും ഒരു കിടിലൻ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ക്ലാസിക് ലുക്ക് തരുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണിത്. സ്ക്വയർ, ഓവൽ, റെക്ടാംഗിൾ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ഇത് മാച്ച് ആകുന്നതാണ്. 5 to 6 ഇഞ്ചസ് നീളം മുമ്പിലത്തെ മുടി ഉണ്ടായിരിക്കണം. അതുപോലെ 80% മുടി ഒരു സൈഡിലേക്കും ബാക്കി വരുന്ന 20% മുടി ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇടുക. ഈ ഒരു ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവരുന്ന പാടേ ഉള്ളൂ, പിന്നീടും അത് കറക്റ്റായിട്ട് തന്നെ കിടന്നോളൂ. വൂൾഫ് കട്ട് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോങ് ഹെയർ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ, അതായത് മുടി വളർത്താൻ നിൽക്കുകയാണെങ്കിൽ മുടി 2 സൈഡിലേക്കും ഇട്ട് ചീപ്പി വളർത്തുക. അപ്പോഴാണ് ഇത് വളർന്ന് കിടക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടായിരിക്കുക. ഡയമണ്ട് സ്ക്വയർ ഹെയർ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആവുന്നതാണ്. ടേപ്പർ മുള്ളറ്റ് എന്നുള്ളത് നമ്മുടെ മാർക്കോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിമുഖന്ന് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. സൈഡ് ചെറിയ രീതിയിൽ ടേപ്പർ ചെയ്ത ശേഷം മുകളിലത്തെ മുടി 2 സൈഡിലേക്കും ഇടാം, അല്ലെങ്കിൽ ബാക്കിലേക്കും വെക്കാവുന്നതാണ്. മുകളിലത്തെ മുടിയുടെ 1 ഇഞ്ച് കുറവായിരിക്കണം ബാക്കിലത്തെ മുടിക്ക് വരേണ്ടത്. ഫേസ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഓവൽ, റെക്ടാംഗിൾ, ഹാർട്ട് ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്നതാണ്. മറ്റൊന്നാണ് ലോ ഫെയ്ഡ്. ലോ ഫെയ്ഡ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുറെ പേര് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണിത്. ഒരു ലോ മെയിൻ്റെനൻസ് ഉള്ള ഷോർട്ട് ഹെയർ സ്റ്റൈലാണിത്. നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ് ഈ ഒരു ഹെയർ സ്റ്റൈലും തരുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ പ്രത്യേകത എന്നുള്ളത് എല്ലാ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ 5 ഹെയർ സ്റ്റൈൽസും സ്ട്രൈറ്റ് ഹെയർ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കർലി ഹെയർ ടൈപ്പിന് ചേരുന്ന ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കർലി ഫ്രിഞ്ച്, ലോങ് മെസ്സി കർൽ, ലോ ഫെയ്ഡ് ഫ്രിഞ്ച്, മോഡേ മുള്ളറ്റ്, വി ടേപ്പർ ഫെയ്ഡ്. കർലി ഫ്രിഞ്ച് എന്നുള്ളത് സൈഡ് ഫെയ്ഡ് ആക്കിയ ശേഷം മുകളിലത്തെ മുടി മുഴുവനായി മുമ്പിലേക്ക് ഫ്രിഞ്ച് ചെയ്ത് വെക്കുക. നല്ലതുപോലെ കർലി ആയിട്ടുള്ളവർക്ക് ഇത് കൂടുതൽ ലുക്ക് വരുന്നതാണ്. മുമ്പിലത്തെ മുടിക്ക് ഒരു 4 to 5 ഇഞ്ചസ് നീളം ഉണ്ടായിരിക്കണം. ഓവൽ, റെക്ടാംഗിൾ, ഹെയർട്ട് എന്നീ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്നതാണ്. ലോങ് മെസ്സി കർൽ എന്നുള്ളത് സൈഡും ബാക്കും ഫ്രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം. 4 to 6 ഇഞ്ചസ് നീളം വരെ ആക്കാവുന്നതാണ്. ഡയമണ്ട് ഓവൽ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ലോ ഫെയ്ഡ് ഫ്രിഞ്ച് എന്നുള്ളത് ലോ ഫെയ്ഡ് അടിച്ചതിന് ശേഷം മുകളിലത്തെ മുടി പൊക്കി വെക്കാതെ മുമ്പിലേക്ക് ഫ്രിഞ്ച് ചെയ്ത് വെക്കുക. ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 to 5 ഇഞ്ചസ് നീളം വരെ ആക്കാവുന്നതാണ്. ഒട്ടുമിക്ക എല്ലാ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്കും ഷൂട്ട് ആകുന്നതാണ്. മോഡേ മുള്ളറ്റ് അധികം കർലി അല്ലാത്തവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സൈഡ് മുള്ളറ്റ് പോലെ ആക്കിയതിന് ശേഷം മുകളിലത്തെ മുടി എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ്. ഒരു 4 to 5 ഇഞ്ചസ് നീളം വരെ ആകാവുന്നതാണ്. ഹെയർട്ട്, ഓവൽ, റെക്ടാംഗിൾ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്നതാണ്. വി ടേപ്പർ ഫെയ്ഡ് എന്നുള്ളത് വി ഷേപ്പിൽ ബാക്ക് ടേപ്പർ ചെയ്തെടുക്കും. അതുപോലെ വി ഷേപ്പ് ആക്കിയതിന് താഴെ ചെറിയ രീതിയിൽ ഫെയ്ഡ് ആക്കുകയും ചെയ്യും. 3 to 4 ഇഞ്ചസ് നീളമായിരിക്കണം ഇതിനുണ്ടായിരിക്കേണ്ടത്. ഡയമണ്ട് സ്ക്വയർ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 ഹെയർ സ്റ്റൈൽസും കർലി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 5ഉം കിടിലൻ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഇനി നമുക്ക് വേവി ഹെയർ ടൈപ്പിന് മാച്ച് ആകുന്ന ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രീം ഫ്ലോ, ബസ്റ്റ് ഫെയ്ഡ്, ലോ ടേപ്പർ, സൈഡ് പാർട്ട്, ഫ്രിഞ്ച് അപ്പ്. ഡ്രീം ഫ്ലോ എന്നുള്ളത് ഒരു ക്ലാസിക് അട്രാക്റ്റീവ് ലുക്ക് തരുന്ന ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നതാണ് പാട്. കാരണം ഇതിന്റെ ഓവറോൾ ലെങ്ത് കറക്റ്റ് ആയിരിക്കണം. മുകളിലത്തെ മുടി ചെറിയ രീതിയിൽ മിഡിൽ പാർട്ട് പോലെ ആക്കിയ ശേഷം ബാക്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ലെങ്ത് നോക്കുകയാണെങ്കിൽ 4 to 5 ഇഞ്ചസ് ആയിരിക്കണം മുകളിലത്തെ മുടിക്ക് ഉണ്ടായിരിക്കേണ്ടത്. സൈഡ് ഒരു 3 to 4 ഇഞ്ചസ് നീളമായിരിക്കണം. ബാക്കിലത്തെ മുടിക്ക് ഒരു 2 to 3 ഇഞ്ചസ് നീളവുമായിരിക്കണം. ആൻഡ് ഈ ഒരു ഹെയർ സ്റ്റൈലിൽ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്നുള്ളത് എല്ലാ ഫേസ് ഷേപ്പ് ആളുള്ളവർക്കും ഷൂട്ട് ആകുന്നതാണ്. ബ്രസ്റ്റ് ഫെയ്ഡ് എന്നുള്ളത് സൈഡ് സി ഷേപ്പ് പോലെ താഴേക്ക് ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരും. വേവി ഹെയർ ടൈപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈലാണിത്. റൗണ്ട്, ഡയമണ്ട്, ട്രയാങ്കിൾ, ഹാർട്ട് എന്നീ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആവുന്നതാണ്. ലോ ടേപ്പർ നമ്മൾ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ മെയിൻ ഹൈലൈറ്റ് ലുക്ക് തരുന്നത് തന്നെ ബാക്കിലത്തെ ഹെയർ ആണ്. അത് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ കൊണ്ടുവരണം. ഫേസ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ സ്ക്വയർ, ഓവൽ, റെക്ടാങ്കിൾ, ഡയമണ്ട് എന്നീ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ഷൂട്ട് ആകുന്നതാണ്. സൈഡ് പാർട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും സ്ട്രൈറ്റ് ഹെയറിനേക്കാളും വേവി ഹെയറിനാണ് സൈഡ് പാർട്ട്
കൂടുതൽ ലുക്ക് വരുന്നത്. കാരണം സ്ട്രൈറ്റ് ഹെയർ ഒതുങ്ങി കിടക്കില്ല, ഒന്നുകിൽ ക്ലേയോ വാക്സോ ഉപയോഗിക്കണം. വേവി ഹെയർ ആണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, അവർക്കത് മാച്ച് ആവുന്നതാണ്. ഫ്രിഞ്ച് അപ്പ് എന്നുള്ളത് നല്ലൊരു ലുക്ക് തരുന്ന ഹെയർ സ്റ്റൈലാണ്. മെസ്സി ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് ഷോർട്ട് ഹെയർ ആയിരിക്കണം, അതുപോലെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 inches ആയിരിക്കണം. മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ പൊക്കി നിർത്താവുന്നതാണ്. ഹാർട്ട് ട്രയാങ്കിൾ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഹെയർ സ്റ്റൈൽസ് ആണ് വേവി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആവുന്നത്. 5 കിടിലൻ ഹെയർ സ്റ്റൈൽ തന്നെയാണ്, താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ഫൈനൽ ഹെയർ ടൈപ്പ് ആണ് കിങ്കി ഹെയർ, അതായത് ജൂഡി ബെല്ലിംഗാമിന്റെയൊക്കെ ഹെയർ ടൈപ്പ്. നല്ലൊരു ഹെയർ ടൈപ്പ് ആണിത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചകിരി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ ഒരു ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് പെട്ടെന്നൊന്നും മുടി കൊഴിച്ചിൽ വരില്ല. അതായത് സാധാരണ ഹെയർ ടൈപ്പിനേക്കാളും നല്ല സ്ട്രോങ് ആയിരിക്കും. കിങ്കി ഹെയർ ടൈപ്പിന് ചേരുന്ന ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോങ് സർഫ്, ബസ് കട്ട്, മിഡ് ഫേഡ്, അണ്ടർ കട്ട്, ലോ ടേപ്പർ. ലോങ് സർഫ് എന്നുള്ളത് എല്ലാ ഭാഗത്തും സെയിം ലെങ്ത്തിൽ കൊണ്ടുവന്ന് സെറ്റാക്കി നിർത്തും. ഇത് നല്ലൊരു മെയിൻ്റെനൻസ് ആവശ്യമാണ്. അതുപോലെ ഈ ഒരു ഹെയർ സ്റ്റൈൽ റെയറും കൂടിയാണ്. ഓവൽ, റൗണ്ട്, സ്ക്വയർ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആവുന്നതാണ്. ബസ് കട്ട് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ക്ലാസിക് ഹെയർ സ്റ്റൈൽ തന്നെയാണിത്. ലോ മെയിൻ്റെനൻസ് ആണ് ഇതിന് വരുന്നത്. ജോലൈനൊക്കെ നല്ലതുപോലെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മിഡ് ഫേഡ് എന്നുള്ളത് ലോ ഫേഡിനേക്കാളും കുറച്ചും കൂടി കയറ്റി ഫേഡ് ആക്കുന്നതാണ്. ഇതെല്ലാ ഫേസ് ഷേപ്പിനും ഷൂട്ട് ആകുന്നതാണ്. ലോ ടേപ്പർ എന്നുള്ളത് ചെറുതായിട്ട് സൈഡും ബാക്കും ടേപ്പർ ആക്കുന്നതാണ്. അതായത് മുകളിലത്തെ മുടിക്ക് ഒരു 3 to 4 inches നീളമായിരിക്കണം. അണ്ടർ കട്ട് എന്നുള്ളത് മിലിറ്ററി കട്ട് പോലെ നല്ലതുപോലെ സൈഡ് വെളുപ്പിച്ചെടുക്കും. അതുപോലെ മുകളിലത്തെ മുടി മുമ്പിലേക്ക് പൊക്കി നിർത്തും. ഡയമണ്ട്, സ്ക്വയർ, ട്രയാങ്കിൾ ഫേസ് ഷേപ്പ് ആളുള്ളവർക്ക് മാച്ച് ആകുന്നതാണ്. അപ്പോൾ ഈ 5 ഹെയർ സ്റ്റൈൽസും കിങ്കി ഹെയർ ടൈപ്പ് ആളുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെൻസിന്റെ ഹെയർ ടൈപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽസ്. 5 എണ്ണം വീതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ അത് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 5 വീതമുള്ള ഹെയർ സ്റ്റൈൽസും എല്ലാം നല്ല അട്രാക്റ്റീവ് ലുക്ക് തരുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.